അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾ പറഞ്ഞവരുടെ രോഗങ്ങളെ, നമ്മുടെ രോഗങ്ങളെ അല്ലാഹു തആല പെട്ടെന്ന് ശിഫയാക്കി തരട്ടെ. ആവശ്യങ്ങൾ പറഞ്ഞവരുടെ ആവശ്യങ്ങളെ അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് എല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു തആല ഖൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉള്ള ജോലിയിൽ അല്ലാഹു തആല ഖൈറും ബറക്കത്തും കൊടുക്കട്ടെ. ദാരിദ്ര്യമില്ലാത്ത, കടങ്ങളില്ലാത്ത ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ ആവശ്യമാകുന്ന സമ്പത്ത് ജീവിതത്തിൽ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്ക് നൽകിയ നിഅമത്ത് അള്ളാഹു തആല മരണം വരെ നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സമയത്ത് നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോകളും ഉടനടി നിങ്ങളിലേക്ക് എത്തും. അതിനു വേണ്ടിയിട്ടാണ്. അതിനൊക്കെ മുന്നേ നിങ്ങൾ എല്ലാ ആളുകളും ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളിലേക്കും ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം നിങ്ങൾ നമ്മുടെ എല്ലാ വീഡിയോകളും കണ്ട് അതിന് ലൈക്ക് ചെയ്യണം. ആരും മടി കാണിക്കരുത്. അറിവുകളാണ് പറയുന്നത്. ഒരു അറിവ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത് ആ അറിവ് അവരും അതുപോലെ ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുന്ന കാലത്തോളം അതിന്റെ പ്രതിഫലം അല്ലാഹു തആല നമ്മുടെ അക്കൗണ്ടിലേക്ക് നൽകുമെന്ന് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ആരും ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മടി കാണിക്കരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം, പ്രിയമുള്ളവരെ, നാം എല്ലാവരും യാത്ര പോകുന്നവരാണ്. പലതരത്തിലുള്ള യാത്ര ചെയ്യുന്ന ആളുകളാണ്. യാത്ര പോവാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഖുൽ സീറു ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുക, ഭൂമി മുഴുവൻ നിങ്ങൾ സഞ്ചരിക്കണമെന്നാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പല ഉപകാരങ്ങൾ നമുക്ക് അതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയും. മുൻഗാമികളായ ആളുകളുടെ ചരിത്രം മനസ്സിലാക്കാനും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും മാത്രമല്ല, യാത്ര പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനൊരു സമാധാനം ലഭിക്കുകയും ചെയ്യും. പലരും നമ്മോട് പറയാറുണ്ട്, യാത്ര പോകുമ്പോഴൊക്കെ നമ്മോട് പലരും പറയാറുണ്ട്, ഉസ്താദേ, ജീവിതത്തിൽ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ, ആകെ കുറഞ്ഞ് ചുരുങ്ങിയ ആയുസ്സല്ലേ നമുക്കുള്ളത്, ആ ആയുസ്സിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ പോയി നമ്മളൊന്ന് മനസ്സൊക്കെ ഒന്ന് ഉഷാറാക്കി ഹാപ്പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ് ജീവിതത്തിന് എന്ന് പലരും പറയാറുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും യാത്ര പോകണം. യാത്ര പോവാത്തവരും ആയിട്ട് ആരും ഉണ്ടാവുകയില്ല, യാത്ര ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് യാത്ര പോകുമ്പോൾ പ്രിയമുള്ളവരെ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ നാം നേരിടേണ്ടി വരും. പല പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ട്. എന്താണ് ഹദീസ്? പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അസ്സഫറു ഖിത്അത്തും മിനൽ അദാബി യംനഉ അഹദകും നൗമഹു വ തആമഹു വ ശറാബഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, യാത്ര എന്ന് പറയുന്നത് ശിക്ഷയുടെ ഒരു ഭാഗമാണ് എന്ന, അദാബിന്റെ ശിക്ഷയുടെ ഒരു ഭാഗമാണ് എന്ന. മാത്രമല്ല, യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും ഉറക്കം, ഭക്ഷണം, പാനീയം ഇതൊക്കെ എന്ത് ചെയ്യും? ആ യാത്രയിൽ മുടങ്ങും. നാം വിചാരിച്ച സമയത്ത് നമുക്ക് ഉറങ്ങാൻ കഴിയുകയില്ല. നാം വിചാരിച്ച സമയത്ത് നമുക്ക് ചില ഭക്ഷണം കഴിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നാം വിചാരിച്ച സമയത്ത് നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇതാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, യാത്രയിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നാം നേരിടേണ്ടി വരുമെന്ന്. അതുകൊണ്ട് തന്നെ യാത്ര പുറപ്പെടുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നാം നല്ല കാര്യങ്ങൾ ചെയ്ത് പുറപ്പെടുക, സദഖ കൊടുക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് എല്ലാ കാര്യങ്ങളും തവക്കുലാക്കി ഭരമേൽപ്പിച്ചുകൊണ്ട് യാത്ര പുറപ്പെടണമെന്നാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. യാത്രയുടെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് നാം യാത്ര പുറപ്പെടുകയാണെങ്കിൽ യാത്രയിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു തആല നമുക്ക് കാവൽ നൽകുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യാത്ര പുറപ്പെടുന്ന സമയത്ത് നാം എന്താണ് ചൊല്ലേണ്ടത്, അതുപോലെ കയറിയ ഉടനെ എന്താണ് നാം ചൊല്ലേണ്ടത്,
അതുപോലെ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് സൂറത്ത് നാം ഓതേണ്ടത്, ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ നാം ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. പ്രിയമുള്ളവരെ, നാം യാത്ര ഇറങ്ങുന്നതിന് മുമ്പ്, യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നാം എല്ലാ ആളുകളും അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ ബരമേൽപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് മനസ്സിലാക്കി വെക്കുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് ആദ്യം ചൊല്ലുക. നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കും. കാരണം അള്ളാഹുലേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ബരമേൽപ്പിക്കുകയാണ് അള്ളാഹിന്റെ പേര് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് നാം ചൊല്ലേണ്ടത്, ആദ്യം നാം ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒരിക്കൽ കൂടി പറയാം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് ചൊല്ലി പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ 81-ാമത്തെ ആയത്തുണ്ട്. ചെറിയ ആയത്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ് ആയത്ത്? ആയത്ത് പറഞ്ഞുതരാം. സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എല്ലാ ആളുകളും എഴുതിയെടുത്ത് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഏതാണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുൽ ജാഅൽ ഹഖ് വദഹകൽ ബാതിൽ ഇന്നൽ ബാതില കാന ദഹൂഖാ. وقل جاء الحق وذهق الباطل إن الباطل كان زهوقا. وقل جاء الحق وذهق الباطل إن الباطل كان زهوقا. ഈ ആയത്ത് ഓതിയിട്ട് യാത്ര പുറപ്പെടുക. വാഹനത്തിൽ കയറി വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നാം സൂറത്തുൽ ഖദ്ർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖദ്ർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ചെറിയ സൂറത്താണ്. ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതി വാഹനം സ്റ്റാർട്ട് ചെയ്യുക. എന്നതിന് ശേഷം ഈ സൂറത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, മഹത്തുക്രമെ പഠിപ്പിക്കുന്നത് ആഫാത്ത് അഥവാ വാഹന അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അതുപോലെ യാത്രയിലുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു തആല നമുക്ക് സംരക്ഷണം നൽകുമെന്ന്. അതുകൊണ്ട് ഈ ഒരു സൂറത്ത് ഒരു പ്രാവശ്യം ഓതുക. അതിനുശേഷം വാഹനം എടുക്കുമ്പോൾ എല്ലാ ആളുകളും ചൊല്ലണം. നമുക്ക് ചൊല്ലുന്നവരായിരിക്കും സ്ഥിരമായിട്ട്. എന്താ ചൊല്ലേണ്ടത്? സുബ്ഹാനല്ലദീ സഖർ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഒരിക്കൽ കൂടി പറയാം. സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. സുബ്ഹാനല്ലദീ സഖർ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. സുബ്ഹാനല്ലദീ സഖർ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് ചൊല്ലി യാത്ര പോവുക. എന്നതിന് ശേഷം നാം ഉദ്ദേശിച്ച സ്ഥലം എവിടെയാണോ എങ്കിൽ ആ സ്ഥലത്തെത്തിയാൽ വീണ്ടും നാം നേരത്തെ ഓതിയ സൂറത്തുൽ ഇസ്രായിലെ സ്ക്രീനിൽ കാണിക്കുന്ന സൂറത്തുൽ ഇസ്രായിലെ 81-ാമത്തെ ആയത്ത് വഖുൽ ജാഅൽ ഹഖ് വദഹകൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂക എന്ന ഈ ആയത്ത് അവിടെ വെച്ച് ഓതുക. എന്നതിന് ശേഷം നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ വീണ്ടും നമ്മൾ യാത്ര മടങ്ങുന്ന സമയത്ത് വീണ്ടും നാം ഈ ആയത്ത് തന്നെ ഒരു പ്രാവശ്യം ഓതി അവിടുന്ന് യാത്ര പുറപ്പെടുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, യാത്രയിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. വാഹനാപകടങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ മറ്റുള്ള യാത്രയിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒറ്റപ്പെടലുകളിൽ നിന്നും എല്ലാം അല്ലാഹു തആല നമുക്ക് സംരക്ഷണം നൽകും. അല്ലാഹു തആല നമുക്ക് നമ്മുടെ യാത്രകളിലൊക്കെ അല്ലാഹു തആല എല്ലാവിധ സന്തോഷവും റാഹത്തും സമാധാനവും നൽകട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. യാത്രയിൽ ഉണ്ടാകുന്ന വാഹന അപകടങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയും കുടുംബത്തെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു തആല വലിയ ഖൈറും ഫത്ഹും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ
ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മ പെങ്ങന്മാർ സഹോദരിമാരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈറിന്റെ ബാബുകൾ തുറന്നു കൊടുക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരു തവണ കുടുംബത്തോടൊപ്പം നമുക്ക് എല്ലാവർക്കും ചെന്ന് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അവസരവും അല്ലാഹു നമുക്ക് ഒരുക്കി തരട്ടെ. ബിഹഖ്ഖി നബിയിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.